ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ 7:35 അന്ത്യം. 88 വയസ്സായിരുന്നു. 11 വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് വിടവാങ്ങിയത്. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചന പ്രവാഹമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൻ്റെ വിങ്ങലിലാണ് ലോകം ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ച ഞായറാഴ്ചയായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ബാൽക്കണിയിൽ നിന്ന് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തത്. അവസാന സന്ദേശത്തിലും ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ കൊണ്ടുവരണമെന്ന് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണെങ്കിലും ഇന്നലെ അപ്രതീക്ഷിതമായി അദ്ദേഹം വിശ്വാസികൾക്ക് മുന്നിലെത്തുകയായിരുന്നു. വിശ്വാസം മങ്ങിയ കാലത്ത് സഭയ്ക്ക് വെളിച്ചമായ ഇടയൻ. മാറിയ കാലത്തിൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് സഭയിലും പരിവർത്തനങ്ങൾ വരുത്തിയ വൈദികനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോഴും പല യാഥാസ്ഥിതിക നിലപാടുകളെയും ചേർത്ത് പിടിച്ച സഭാനായകൻ. കത്തോലിക്ക സഭയ്ക്കും ലോക ജനതയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരിക്കലും മറക്കാനാകില്ല. റോമൻ കത്തോലിക്ക സഭയെ നയിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കക്കാരനായ ഹോർഗെ മരിയോ ബർഗോളിയോ തൻ്റെ പേര് സ്വീകരിച്ചതു മുതൽ വ്യത്യസ്തനായിരുന്നു. കാത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. പാവങ്ങളുടെ പുണ്യാളൻ എന്നറിയപ്പെടുന്ന അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേര് തിരഞ്ഞെടുത്തതിൻ്റെ അർത്ഥതലങ്ങൾ വലുതായിരുന്നു. മാർപ്പാപ്പയായ ശേഷം വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കി ലോകത്തിലെ സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി നിന്ന് ദരിദ്രർക്കും സ്ത്രീകൾക്കും യുദ്ധങ്ങളിലെ ഇരകൾക്കുമെല്ലാം വേണ്ടി വാദിച്ചു. യുദ്ധങ്ങളെ നന്മയും തിന്മയുമായി കാണരുതെന്ന് പറഞ്ഞ മാർപ്പാപ്പ യുദ്ധങ്ങൾക്കെതിരെ നിലകൊണ്ടു. സ്വർഗാനുരാഗികളും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ചരിത്രപരമായ നിലപാടെടുത്തും സഭാസിംഹാസനത്തിൻ്റെ മൂല്യം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഗർഭചിത്രം, സ്ത്രീ പൗരോഹിത്യം, സ്വർഗ വിവാഹം എന്നിവയിൽ പരമ്പരാഗത നിലപാട് മാറ്റിയില്ല. അർജന്റീനയിലെ ഏകാധിപത്യ ഭരണകാലത്ത് അതിനോട് സന്ധി ചെയ്തയാളെന്ന വിമർശനവും ജെസ്യൂട്ട് സഭയ്ക്കുള്ളിൽ മരിയോ ബർഗോളിയോയെ ഒരു കാലത്ത് അനഭിമതനാക്കിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ മുൻകാല നിലപാടുകൾ പലതും അപക്വമാണെന്ന് മാർപ്പാപ്പയായ ശേഷം ഏറ്റുപറഞ്ഞിട്ടുമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. അധികാരത്തിൻ്റെ മഹോന്നതിയിൽ ഇരുന്നു കൊണ്ടുള്ള ഇത്തരം തുറന്നു പറച്ചിലുകളാണ് ഫ്രാൻസിസ് പാപ്പയെ പ്രിയങ്കരനാക്കിയിട്ടുള്ളതും. 1969 വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം 1998 ആർച്ച് ബിഷപ്പും 2001 കർദിനാളുമായി. 2013 പോപ്പ് പദവിയിലെത്തുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി പലതവണ അസുഖങ്ങൾ അലട്ടിയിരുന്നുവെങ്കിലും വിദേശ സന്ദർശനങ്ങളിലടക്കം വ്യാപൃതനായിരുന്ന മാർപ്പാപ്പ 88-ാമത്തെ വയസ്സിലാണ് ഓർമ്മയാകുന്നത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി 14 മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 5 ആഴ്ചയോളം നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം മാർച്ച് 23 മാർപ്പാപ്പ തിരിച്ചെത്തിയത്. ആശുപത്രിവാസത്തിന് ശേഷം ഫ്രാൻസിസ് പാപ്പ പൂർണ്ണമായി ചുമതലകൾ ഏറ്റെടുത്തിട്ടില്ല. പെസഹ വ്യാഴാഴ്ച മാർപ്പാപ്പ റോമിലെ റെജീന കെയ്ലി ജയിൽ സന്ദർശിച്ചിരുന്നു. ഞായറാഴ്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായും അദ്ദേഹം ഹ്രസ്വ കൂടിക്കാഴ്ച നടത്തി. അസുഖം മാറി മടങ്ങിവരുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്ന സമയത്താണ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന് മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ. ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ്. ഗ്രീൻസ്, റിഫ്രഷിംഗ് യുവർ നീഡ്സ്.